സജു തോമസ് ചേരുന്നുണ്ട്. സജു, ഈ കന്യാസ്ത്രീകൾ വൈദികർ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പരാതിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ പാർലമെന്റിൽ ഇത് ചർച്ചയാകാനുള്ള സാധ്യത, ഏതു തരത്തിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്, സഭയുടെ നിലപാട്? തന്നെ എന്തായാലും നിരന്തരമായ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇന്നെന്തായാലും പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വിവിധ എംപിമാരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച വേണമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒഡീഷയിലെ ക്രിസ്ത്യൻ പുരോഹിതരും മലയാളി പുരോഹിതരും കന്യാസ്ത്രീകളും ആക്രമിക്കുന്ന സംഭവത്തിൽ പാർലമെന്റ് പുറത്ത് ഇന്ത്യ സഖ്യം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയത് നിരന്തരമായി ഛത്തീസ്ഗഡിന് പിന്നാലെ മറ്റു ചില സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നതിന്റെ ഒരു ആശങ്ക പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് ഒരുമിച്ച് നേരിടണം എന്നുള്ള ആവശ്യവുമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ അടക്കമുള്ള രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ നിയമ നടപടിയായിട്ട് മുൻപോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മോട് സംസാരിച്ച ഈ ആക്രമണത്തിൽ പരിക്കേറ്റ വൈദികർ ഇന്നലെ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കളക്ടർക്ക് പരാതി നൽകുന്നതിന് മുൻപായിട്ട് സഭാ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് അതായത് നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ അധിവസിക്കുന്ന മേഖല ഒരു ബജറംഗദാദികൾ സംഘപരിവാർ അനുകൂലികൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരാതിയുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു നിയമ നടപടിയിലേക്ക് പോകാത്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കളക്ടർക്ക് നൽകുമെന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത്. അതിന്റെ തുടർ നടപടിയാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. എന്തായാലും സഭാ നേതൃത്വം നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടിയായിട്ട് മുൻപോട്ട് പോകണം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേക നിയമം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ പല കോണിൽ നിന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഒഡീഷയ്ക്ക് പിന്നാലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും സമാനമായി തന്നെ ചില ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇതൊക്കെ ഇപ്പോൾ പ്രകടമായി തന്നെ വരുന്നുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു. ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ, നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരും. ഇപ്പം അധികാരത്തിൽ ഇരിക്കാൻ പോലുള്ള അർഹതയില്ല. അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെളിവുകൾ സഹിതം കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി നല്ല ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. നമുക്കെല്ലാ അഭിമാനമുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഏകാധിപത്യത്തിനെതിരായി, ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരുമിച്ച് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം. ധാരാളം പരാതികൾ തൃശ്ശൂരിൽ BJP-ക്കാർ, സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ, കേരളത്തിലെ ആരോഗ്യരംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ, സത്യസന്ധമായി വെളിപ്പെടുത്തിയ, ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി, ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന. അയാളെ അപകീർത്തിപ്പെടുത്താൻ, അയാളെ അപമാനിക്കാൻ, അവിടെ വാങ്ങിയ സർജിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു. ശക്തിയായ എതിർപ്പ് വന്നപ്പോൾ ഇപ്പോൾ കാണാതെ പോയ സംഭവം കണ്ടെത്തി. ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാന്യനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പത്രസമ്മേളനം നടത്തി. ആ ഡോക്ടറെ അപമാനിച്ച് ഇതാരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ഡോക്ടർ ഹാരിസിന്റെ മീതെ ഒരു നുള്ളും മണ്ണ് വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല. അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ദുഃഖകരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. മുന്നറിയിപ്പാണ്. അത് മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും. മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുകയായിരുന്നു.